അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫ് ലെസൺ യു ഹാവ് ലേൺ റീസെന്റ്. ഒരു ബോർഡർ വെക്കണം എല്ലാവരുടെയും. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നല്ലോണം ഇഷ്ടപ്പെടും, പക്ഷെ ഞാൻ ഒരാളെ വെറുത്ത അതുപോലെ വെറുക്കും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ജഡ്ജ് ചെയ്യൽ കൂടുതലാണ് KP. കറക്റ്റ്, എനിക്ക് ഭയങ്കര ജഡ്ജ് ചെയ്യൽ കൂടുതലാണ്. ഒരാളെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അവർ നന്നായി സംസാരിച്ച ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അതെനിക്കൊരു സ്വഭാവമുണ്ട്. ബോർഡർ വയ്ക്കാൻ പഠിക്കുന്നുണ്ട് കുറച്ച്. ഇപ്പോഴും പഠിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ തോന്നും. മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണല്ലോ. അതിപ്പോൾ ഞാനെന്നല്ല, എല്ലാവരും ലൈഫിൽ ഒരു ബോർഡർ ഒരാൾക്ക് വെക്കണം. നമ്മുടെ അപ്പുറത്തേക്ക് നമ്മുടെ ലിമിറ്റ് വിട്ട് വേറൊരാൾ വരാണ്ടിരിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മളും തിരിച്ചങ്ങനെ തന്നെ ചെയ്താൽ നല്ലതായിരിക്കും. ഒരാളെ നന്നായി തോന്നിയാൽ നമുക്ക് നന്നായി തന്നെ തോന്നും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. വേറെ ക്വസ്റ്റ്യൻ, അമൃത വിദ്യാലയം മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യൂ. അമൃത വിദ്യാലയം ഞാൻ 2 അമൃതയിൽ പഠിച്ചിട്ടുണ്ട്. LKG to 5th സ്റ്റാൻഡേർഡ് വരെ ഞാൻ തലശ്ശേരി അമൃതയിലാണ് പഠിച്ചത്. 6th തൊട്ട് ഞാൻ 10th വരെ ഒറ്റപ്പാലം അമൃതയിലാണ് പഠിച്ചത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉണ്ടായിരിക്കുന്നത് ഒറ്റപ്പാലം അമൃതയിലാണ്. കാരണം ഞാൻ വളരാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. ബട്ട് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ക്ലോസ് ആയ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ലൈഫ് അവിടെ നിന്നാണ്. പക്ഷേ തലശ്ശേരി അമൃത ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു കുട്ടി നമ്മൾ ആദ്യമായി സ്കൂളിൽ പോകണു. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോഴും സ്റ്റിൽ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അവരെനിക്ക് അയക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ 2 സ്കൂളത്തെയും 2 മെമ്മറി ഷെയർ ചെയ്യാം. ഒറ്റപ്പാലം അമൃതയത്ത് പറയാല്ലേ ആദ്യം. അവിടുത്തെ ആണെങ്കിൽ കുറച്ചുകൂടി ഓർമ്മ വരുന്നത് ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ 6th ഞാൻ ഫസ്റ്റ് ഭയങ്കര കുറച്ച് ഷോ ഒക്കെ കൂടുതലായിരുന്നു. കാരണം ഞാൻ തലശ്ശേരി അമൃതയിൽ നിന്ന് അത്രയും ഡിസിപ്ലിനായി വന്ന ഒരു കുട്ടിയായിരുന്നു. ബുക്സൊക്കെ ബാഗൊക്കെ ഏറ്റിക്കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ അന്നത്തെ ശത്രു, ഇപ്പം നല്ല ക്ലോസ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് ശ്രീ ഉണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും, എന്താ കുട്ടി പേര്. ഞാൻ 2-3 വട്ടം മര്യാദയ്ക്ക് പറഞ്ഞു ലക്ഷ്മി KP. അവൾ പിന്നെയും എന്താ കുട്ടി പേര്. അപ്പം ഞാൻ കുട്ടിയോടല്ലേ പറഞ്ഞു ഞാൻ ലക്ഷ്മി KP. അതെനിക്ക് ഭയങ്കര മെമ്മറി ഉള്ള കാര്യമാണ്. സ്റ്റിൽ ഞാനും ശ്രീ അത് പറയാറുണ്ട്. അത് ചൊറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വഭാവമല്ലേ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും നന്ദി ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവൾക്ക് ഇച്ചിരി ജാട കൂടുതലായിരുന്നു. അവൾ വലിയ ആരോന്നാന്ന് വിചാരം, എനിക്കുണ്ടാകുന്ന വിചാരം. അതൊരു മെമ്മറി. അടിപൊളിയായിരുന്നു ഒറ്റപ്പാലം അമൃത. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. എനിക്കിഷ്ടമായിരുന്നു. പിന്നെ തലശ്ശേരി അമൃതയത്തെ ഒരു മെമ്മറി പറയാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ്. വെക്കേഷന് പോണ സമയത്ത് എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവന്യ, പ്രണാമിക. അവിടെയും ഞങ്ങൾ 3 പേരായിരുന്നേ. അവരെനിക്ക് കുറേ ഗിഫ്റ്റ്സ് തന്നു, കുറേ ചോക്ലേറ്റ്സ് തന്നു, കുറേ കുഞ്ഞു ഗ്ലാസ്സസ് ഒക്കെ തന്നു. ആ ഗ്ലാസ് ഇപ്പോഴും സ്റ്റിൽ ഇവിടെ ഉണ്ട് കേട്ടോ, വലിയ ഗ്ലാസ്. അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറി ആയിരുന്നു. കുറേ ലെറ്റേഴ്സ് തന്നു. ഞാൻ പോണതിൻ്റെ ഒരു ഫെയർവെൽ പോലെ ആ ഒരു ഏജിൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിയാണ്.